നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങളാകുന്നു. കടപ്പുറം പഞ്ചായത്തിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്നവരെ അഞ്ചങ്ങാടി ഷെൽട്ടറിലേക്ക് മാറ്റി താമസിപ്പിച്ചു. 16 കുടുംബങ്ങളിലായി മാറ്റിപ്പാർപ്പിച്ചത് 55 പേരെ. ക്യാമ്പിൽ കഴിയുന്നവരെ NK അക്ബർ MLA സന്ദർശിച്ചു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. വ്യാഴാഴ്ച രാവിലെ 2 കാറുകളും ബൈക്കുകളും തമ്മിൽ കൂട്ടിയിടിച്ച യാത്രക്കാർക്ക് പരിക്ക്. നല്ല വായന നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന സന്ദേശത്തോടെ നാടെങ്ങും വായനാ ദിനാചരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിവിധ സാംസ്കാരിക കൂട്ടായ്മകളുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണ പരിപാടികൾ ശ്രദ്ധേയം. റസാഖ് കേച്ചേരി സ്മാരക പുരസ്കാരം കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റും CCTV റിപ്പോർട്ടറുമായി ജോസ് മാളിയേക്കലിന്. പത്രപ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ, നാടകകൃത്ത് എന്ന നിലകളിൽ നിറസാന്നിധ്യമായിരുന്ന റസാഖ് കേച്ചേരിയുടെ 1ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി കേച്ചേരി ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണ് ജോസ് മാളിയേക്കലിന് ലഭിക്കുക. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു വിദ്യാലയം നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തുകയെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS. മന്ദലാകുന്ന GFUP സ്കൂളിൽ സമ്പൂർണ്ണ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും LSS USS വിജയികളുടെ അനുമോദനവും കളക്ടർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ആസൂത്രണ സമിതി അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തും. MLA-മാരായ മുരളി പെരുന്നെല്ലി പ്രതിഭാതരവും UR പ്രദീപ് +2 പുരസ്കാര വിതരണവും NK അക്ബർ SSLC പുരസ്കാര വിതരണവും നിർവഹിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയാകും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്കോളർഷിപ്പ് വിതരണം നിർവഹിക്കും. ചടങ്ങ് CCTV-യിലൂടെയും TCV ഉത്സവ ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കടപ്പുറം പഞ്ചായത്തിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്നവരെ അഞ്ചങ്ങാടി ഷെൽട്ടറിലേക്ക് മാറ്റി താമസിപ്പിച്ചു. 16 കുടുംബങ്ങളിലായി 55 പേരാണ് ക്യാമ്പിലുള്ളത്. NK അക്ബർ MLA ഷെൽട്ടർ സന്ദർശിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കൗൺസിലർ ബുഷറ ലത്തീഫ്, കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, മുഹമ്മദ് മാസ്റ്റർ, പൊതുപ്രവർത്തകരായ KA ഉണ്ണികൃഷ്ണൻ, KV അഷ്റഫ്, PS അശോകൻ തുടങ്ങിയവരും MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസാണ് അഞ്ചങ്ങാടി ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. വ്യാഴാഴ്ച രാവിലെ 2 കാറുകളും ബൈക്കുകളും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ചതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം റോഡുകൾ സംഗമിക്കുന്നത് സൂചിപ്പിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റു സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. നിത്യേനോണം ധാരാളം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇവിടെ ധാരാളം അപകടങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരുപാട് മനുഷ്യജീവികൾക്ക് ഭീഷണിയാണ്. ആയതിനാൽ വേണ്ടത്ര സംവിധാനങ്ങളായ സിഗ്നല്. ഇന്ന് രാവിലെ 7:30ഓടെയാണ് വീണ്ടും അപകടമുണ്ടായത്. 2 കാറുകളും 1 ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാനപാതയായ വടക്കാഞ്ചേരി കുന്നംകുളം റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസ് റോഡായ അക്കിക്കാവ് കേച്ചേരി റോഡുമാണ് പന്നിത്തടം സെന്ററിലൂടെ കടന്നുപോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. വണ്ടികളുടെ സ്പീഡ് കാരണം വലിയ ആക്സിഡന്റ് ഉണ്ടായ അവരുടെ മേൽക്കാണ് വരിക. അതുകൊണ്ട് അവർക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിലേക്ക് ഇരുന്നതാണ്. അത്രയും സ്പീഡിലാണ് വണ്ടികൾ വരുന്നത്. അത് മാത്രമല്ല 4 ഭാഗത്ത് വരുന്ന ആളുകളും മെയിൻ റോഡുകളാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവർ വരുന്നത്. ഒന്ന് സ്ലോവിൽ വരിക, അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അതിന് വേണ്ട സുരക്ഷ ഒരുക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ വേണ്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എത്രയും വേഗം റോഡുകൾ വീതി കൂട്ടി യാത്രാ സൗകര്യം വർദ്ധിച്ചതിനാലും
റോഡുകളുടെ സംഗമം അറിയാത്തതിനാലും 4 ഭാഗത്തു നിന്നും അതിവേഗതയിലാണ് വാഹനങ്ങൾ പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിക്കുന്നത്. എപ്പോഴും ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അധികൃതരാണെങ്കിൽ ഒരു കണ്ണു തുറക്കുന്നുണ്ട്. കാരണം സ്ട്രീറ്റ് ലൈറ്റ്, സിഗ്നൽ ലൈറ്റ് ഇല്ല. അതുപോലെ തന്നെ ട്രാഫിക് ആകെ ബ്ലോക്കായിട്ട് വരികയാണ്. ജംഗ്ഷൻ ട്രാഫിക് ബ്ലോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക്, പാസഞ്ചേഴ്സിന്, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കൊന്നും തിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലുള്ള. ഇതിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ വാഹനം തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കണമെന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പൊതുപ്രവർത്തകരും പൊതുമരാമത്ത് വകുപ്പിനോടും നിർമ്മാണ ചുമതലയുള്ള കിഫ്ബിയോടും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് ചെവിക്കൊള്ളുന്നില്ല. 2 കാറുകളും ആകെ തർപ്പണമായി. ഇത് ദിവസം ഇത് തന്നെയാണ് പന്നിത്തറം മേഖലയിലെ സ്ഥിതി. അതുകൊണ്ട് ബന്ധപ്പെട്ടവര് ഇതിനു വേണ്ടി ഉടനടി ഒരു നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ സെന്ററിൽ വാഹനങ്ങളുടെ അമിതവേഗം സെന്ററിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും സ്കൂൾ, മദ്രസ വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉടൻ തന്നെ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അറിയിച്ചു. ചാവക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ പ്രദേശങ്ങളായ പുന്ന, തെക്കഞ്ചേരി, വഞ്ചിക്കടവ് എന്നിവിടങ്ങളിൽ നഗരസഭയുടെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. പല പ്രദേശവാസികൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നുമുള്ള പല കുടുംബങ്ങളും വലിയ ദുരിതത്തിലാണെന്നും ഇവർക്ക് സാമ്പത്തിക വൈദ്യസഹായം നൽകുവാൻ നഗരസഭ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ, UDF കൗൺസിലർമാരായ ഷാഹിദ മുഹമ്മദ്, ഫൈസൽ കാനാമ്പുള്ളി, ബേബി ഫ്രാൻസിസ്, സുപ്രിയ രാമേന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് കളക്ടർക്ക് നിവേദനവും നൽകി. മഴ കനത്തതോടെ റോഡുകളിൽ വെള്ളം കയറി. പോർക്കുളം പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന വെട്ടിക്കടവ് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടില്ലെങ്കിലും മഴ കനത്താൽ ഗതാഗതം മുടങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പഴഞ്ഞി ചെറുതുരുത്തി ഐനൂർ റോഡിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും നിലച്ചു. പെരുന്തിരുത്തി വലിയടം പാലത്തിലും വെള്ളം കയറുമെന്ന ഭീഷണിയിലാണ്. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരുന്തിരുത്തി പുളിക്കക്കടവ് പാലത്തിൽ വെള്ളക്കെട്ട് മൂലം ഒരാഴ്ചയായി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സ്ഥിതിയാണ്. പുന്നൂർക്കുളം പഞ്ചായത്തിൽ മന്ദലാംകുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ എനിക്ക് അക്ബർ MLAയുടെയും സബ് കളക്ടർ അഖിൽ വി മേനോന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. സംഘം പ്രശ്നബാധിത പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മന്ദലാംകുന്നിലെ ചക്കോലയിൽ റോഡ്, AKG റോഡ്, അൽ അമീൻ റോഡ് എന്നിവിടങ്ങളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് മൂലം നിരവധി വീടുകൾ ദുരിതത്തിലാണ്. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നേർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഗുരുവായൂർ MLAയ്ക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചത്. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് 3 റോഡുകളും സന്ദർശിച്ച ശേഷം ചക്കോലയിൽ റോഡിൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാന നിർമ്മിക്കുന്നതിനും റോഡിന്റെ അവസാന ഭാഗത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള കാന MLA ഫണ്ടിൽ ഉൾപ്പെടുത്തിയും നിർമ്മിക്കാൻ ധാരണയായി. ജില്ലാ കളക്ടർ, പ്രൊജക്ട് ഡയറക്ടർ എന്നിവരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. ദേശീയപാതയുടെ പടിഞ്ഞാറു ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിനായി സംവിധാനമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും MLA അധികൃതർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പുന്നേർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ചാവക്കാട് തഹസിൽദാർ MK കിഷോർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ് PWD NV ആന്റണി, ദേശീയപാത ലൈസൺ ഓഫീസർ KB ബാബു, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരായ VS വിഷ്ണു വിവേക്, ശുഭം യാദവ്, വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കനത്ത മഴയിൽ കടങ്ങോട് പഞ്ചായത്തിലെ ചെറമനങ്ങാട് വീട് തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേലേപ്പുരക്കൽ രാജഗോപാലിന്റെ വീടിന്റെ ഒരു വശമാണ് തകർന്നു വീണത്. പുലർച്ചെയായിരുന്നു സംഭവം. രാജഗോപാലിന്റെ ഭാര്യ സരസ്വതിയും മാതാവ് 90 വയസ്സുള്ള ലക്ഷ്മിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽപ്പുരയുടെ ചുമരിന്റെ ഒരു ഭാഗം വീടിന്റെ ഉള്ളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. മുകളിൽ നിന്ന് താബൂക്കടക്കമുള്ളവയും നിലം പതിച്ചു. വീട് പൂർണ്ണമായും താമസയോഗ്യമല്ലാതായി. വീട്ടുകാർ മകൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് മാറി. ഇന്നലെ പുലർച്ചെ അന്ന് പുലർച്ചെ ഒരു 4:45 മണി സമയമാണ്. പൂച്ച വീണ തട്ടിയിട്ട് അതിൻ്റെ മുകളിൽ സീലിംഗ് ഉണ്ട്. അപ്പോൾ സീലിംഗ് മുകളിൽ പൂച്ച വീണതാവും എന്നുള്ള ശബ്ദത്തിലാണ് ഞങ്ങൾ കിടന്നത് നോക്കിയത്. നോക്കുമ്പോൾ ചുമരിടിഞ്ഞു വീഴുക.
അതിൽ മറ്റേ എൻ്റെ കോസറിയിലൊക്കെയാണ് മറ്റേ കട്ടയും കല്ലൊക്കെ വന്ന് വീട് എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും വാടക വീട്ടിലേക്ക് അങ്ങോട്ട് മകൻ വാടക വീട് താമസിക്കുന്നുണ്ട് അവിടെ വെള്ളിത്തിരുത്തി. ഞങ്ങളൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അവസ്ഥ വളരെ പരിതാപകരമാണ്. ലോട്ടറി കച്ചവടമാണ് ഇന്നത്തെ കച്ചവടം ഉണ്ടായിരുന്നപ്പോൾ ടിക്കറ്റ് കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ടുപോയി മാറ്റി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ഈ മഴ ഇനി നന്നായിട്ടൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ചുമര് കംപ്ലീറ്റ് ഇടിഞ്ഞ് വീഴും, മേപ്പര കംപ്ലീറ്റ് ഇരിക്കും കീഴ്പ്പെട്ട്. അത്തരത്തിലുള്ള അവസ്ഥയിലാണ് നിൽപ്പ്. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PWD കാന നിർമ്മാണത്തിനിടെ തകർന്നു വീണ മതിലിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, PWD റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ആന്റണി, അസിസ്റ്റന്റ് എഞ്ചിനീയർ K ശാലിനി, ഓവർസിയർ VK നദിത, പ്രിൻസിപ്പൽ PV അജിത, പ്രധാന അധ്യാപിക ഇൻചാർജ് TP പുഷ്പാഞ്ജലി, PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം, കരാറുകാരൻ പ്രതിനിധി റെജി ജോസ് എന്നിവർ പങ്കെടുത്തു. മതിൽ അടിയന്തരമായി പുനർനിർമ്മിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാൻ യോഗം തീരുമാനിച്ചു. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ ജില്ലാതിർത്തിയായ തണത്തറ വരെ വഴിനീളെ കുഴികൾ. 4.5 കോടി രൂപ ചെലവിട്ട് 1.5 വർഷം മുൻപ് പുതുക്കി പണിത റോഡാണ് പലയിടത്തായി പൊളിഞ്ഞത്. മഴ ശക്തമായതോടെ കുഴികളുടെ വ്യാപ്തിയും വർദ്ധിച്ചു. രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന് താഴെ സ്ഥാപിച്ച ജലവിതരണ പൈപ്പുകൾ പൊട്ടിയാണ് കുഴികൾ ഉണ്ടായത്. പട്ടാമ്പി റോഡിലെ ഇറക്കത്തിലും ഒറ്റപ്പിലാവിലും തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് വലിയ തോതിൽ തകർന്നിരുന്നു. ഈ ഭാഗത്തെല്ലാം താൽക്കാലിക തരികിടപ്പണി നടത്തുകയല്ലാതെ പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. തൃത്താല പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ച 1/2 നൂറ്റാണ്ടോളം പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകളാണ് സംസ്ഥാന പാതയിൽ റോഡിന്റെ താഴെ ഭൂമിക്കടിയിലൂടെ പോകുന്നത്. ഇവ മാറ്റി സ്ഥാപിക്കാതെയാണ് പാത നവീകരണം നടത്തിയത്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് ജല അതോറിറ്റിയോട് മരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഈ നില തുടർന്നാൽ മഴക്കാലം കഴിയുമ്പോഴേക്കും റോഡിന്റെ തകർച്ച പൂർണ്ണമാകും. കുന്നംകുളം നഗരസഭയിലെ 10ാം വാർഡ് ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് തകർന്ന വീട്ടിൽ താമസിച്ചിരുന്ന കോലാടിപ്പറമ്പിൽ വിജേഷിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. 25,000 രൂപയും കുട്ടികൾക്കുള്ള പുതിയ ബാഗും നോട്ട് പുസ്തകങ്ങളും നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ വിജേഷിന് കൈമാറി. വാർഡ് കൗൺസിലർ ബീന രവി, പ്രമോദ് K ചെറിയാൻ, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷമീർ ഇഞ്ചിക്കാലയിൽ, ജിനേഷ് തെക്കേക്കര, EMK ജിഷാർ, ജിനീഷ് നായർ, ഗിൽബർട്ട് S പാറമേൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹായം നൽകിയത്. പുതിയ വാടക വീട്ടിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ 1 വർഷത്തേക്ക് മാസം തോറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 5,000 രൂപ വീതം ഈ കുടുംബത്തിന് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മറ്റു വാർത്തകൾ. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു വിദ്യാലയം നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തുകയെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS പറഞ്ഞു. മന്ദലാംകുന്ന് GFU സ്കൂളിൽ സമ്പൂർണ്ണ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും LSS USS വിജയികളുടെ അനുമോദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. നമുക്കെപ്പോഴും എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും വലുത്. നമ്മൾ വിദ്യാഭ്യാസം നല്ല രീതിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് അത് നമുക്ക് നേടാൻ സാധിക്കും. അതിന് ഈ വിദ്യാഭ്യാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ മറ്റെല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. നമ്മുടെ സ്കൂളിൽ മാർക്കുകൾ നേടുന്നതിൻ്റെ കൂടെ തന്നെ മറ്റ് സ്പോർട്സിലായാലും ആർട്സിലായാലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. എന്തൊക്കെ അവസരങ്ങൾ ലഭിക്കുമോ അതിൽ പങ്കെടുക്കുക. ചിലപ്പോൾ ഓരോ സ്പോർട്സ് പ്രോഗ്രാം ആയിരിക്കും, പിന്നെ ആർട്സ് പ്രോഗ്രാം ആയിരിക്കും. അതിലൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. എപ്പോഴും നമുക്ക് അവസരങ്ങൾ കിട്ടണമെന്നല്ല, അപ്പോൾ അവസരങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് ഉപയോഗപ്പെടുത്തുക, നല്ല ഉപകാരപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക. നമുക്ക് എപ്പോഴും ഏതൊരു സാഹചര്യമാണെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്കുണ്ട്. നമുക്ക് ചാലഞ്ചസ് കൂടുതലായിട്ട് നമുക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകളായാലും എല്ലാം ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് നമുക്ക് എനർജി ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്. നമുക്കത് പിന്നിലോട്ടല്ല. വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റു തലങ്ങളിൽ കൂടി വിജയം നേടിയാൽ ജീവിതത്തിൽ ഏതു ലക്ഷ്യത്തിലേക്കും എളുപ്പം എത്തിപ്പെടുവാൻ കഴിയുമെന്നും കുട്ടികളിൽ വായനാശീലം വളർത്താനുള്ള പ്രോത്സാഹനം മറ്റുള്ളവർ നൽകണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമ്പൂർണ്ണ ഹരിത വിദ്യാലയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകുന്ന സ്റ്റീൽ വാട്ടർ ബോട്ടിലുകളുടെ വിതരണോദ്ഘാടനം ചടങ്ങിൽ നടന്നു. LSS USS പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
വിജയത്തിന് നേതൃത്വം നൽകിയ പ്രധാനാധ്യാപിക ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും സ്കൂളിനും വാർഡ് മെമ്പർ നൽകുന്ന ഉപഹാരം ചടങ്ങിൽ കൈമാറി. വിദ്യാലയത്തിലേക്ക് വാട്ടർ ഫിൽട്ടർ സ്ഥാപിക്കുന്നതിനായി അഭ്യുദയകാംക്ഷി നൽകുന്ന തുക പ്രതിനിധി എ ഷാജി പ്രധാനാധ്യാപികയ്ക്ക് കൈമാറി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ്, വാർഡ് മെമ്പർ അസീസ് മന്നലാങ്കുന്ന്, ടി കെ ഖാദർ, വി എച്ച് റബിയത്ത്, സുൽഫിയത്ത്, ഐഷ, ഷമീർ, ഡോക്ടർ ടി കെ അനീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മറിയം ടീച്ചർ നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പോലീസിന്റെയും ജനമൈത്രി പോലീസിന്റെയും SPGയുടെയും ആഭിമുഖ്യത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരൻ ഗിരീശൻ ഭട്ടതിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. 1, 2, 3 സ്ഥാനക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒപ്പോടുകൂടിയ സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ചടങ്ങിൽ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ SIമാരായ PP ബാബു, യൂസഫ്, CPO ദീപക്, ICA സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് യൂനുസ്, ICA മാനേജ്മെന്റ് സീനിയർ വൈസ് പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, അധ്യാപകരായ ടൈമി, അജിത, താഹിറ എന്നിവരും വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിലെ 8 വിദ്യാലയങ്ങളിൽ നിന്നായി 50ഓളം വിദ്യാർത്ഥികളും പങ്കെടുത്തു. റസാഖ് കേച്ചേരി സ്മാരക പുരസ്കാരം കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റും CCTV റിപ്പോർട്ടറുമായ ജോസ് മാളിയേക്കലിന് പത്രപ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ നിറസാന്നിധ്യമായിരുന്ന റസാഖ് കേച്ചേരിയുടെ 1ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി കേച്ചേരി ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണ് ജോസ് മാളിയേക്കലിന് സമ്മാനിക്കുക. റസാഖിന്റെ 1ാം ഓർമ്മദിനമായ ജൂൺ 20-ന് കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. കേച്ചേരിയിലെ രാഷ്ട്രദീപിക ലേഖകനും സമന്വയ സാംസ്കാരിക വേദിയുടെ മുഖ്യ സംഘാടകനുമായിരുന്ന റസാഖ് കേച്ചേരി കഴിഞ്ഞ ജൂൺ 20-നാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കേച്ചേരി ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. സമന്വയ സാംസ്കാരിക വേദി സംഘടിപ്പിക്കാറുള്ള ഓണമഴ കവിതാ മത്സരത്തിലൂടെ നിരവധി യുവ കവികളെയാണ് അദ്ദേഹം എഴുത്തിന്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30-ന് ജ്ഞാനപ്രകാശിനി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സദസ്സ് കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. മലയാള കലാകാരന്മാരുടെ സംഘടന നന്മ സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തും. വായനശാല പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, വായനശാല സെക്രട്ടറി PR ജയൻ, പ്രോഗ്രാം കൺവീനർ KJ റഫീഖ് എന്നിവർ പങ്കെടുക്കും. ലോക രക്തദാതാക്കളുടെ ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജിലെ NSS യൂണിറ്റുകളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗുരുവായൂർ റീജിയനും ചേർന്നാണ് നടത്തിയ ക്യാമ്പ്. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ PP സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ G ഗായത്രി, ഡോക്ടർ സുരേഷ് V നമ്പൂതിരി, NSS സെക്രട്ടറിമാരായ ശീതൽ, ധനേഷ്, ശ്രീയ തുടങ്ങിയവർ സംസാരിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റിന്റെ സഹകരണത്തോടെ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് ഡോക്ടർ വിനു വിപിൻ നേതൃത്വം നൽകി. NSS വളണ്ടിയർമാരും വിദ്യാർത്ഥികളും അധ്യാപകരും ഓഫീസ് ജീവനക്കാരും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ രക്തം ദാനം ചെയ്തു. അമ്മയുടെ ഓർമ്മദിനത്തിൽ സ്കൂളിലേക്ക് സ്പെഷ്യൽ യൂണിഫോം നൽകി മക്കൾ. കാക്കശ്ശേരി ഇരിങ്ങപ്പുറത്ത് ഗോപാലൻ ഭാര്യ അമ്മിണിയുടെ ഓർമ്മദിനത്തിലാണ് മക്കളായ KG സുരേഷ് ബാബു, നന്ദനൻ, ഷൺമുഖൻ, ദേവകി, സുജ എന്നിവരുടെ നേതൃത്വത്തിൽ കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂണിഫോം നൽകിയത്. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. PG സുബിദാസ്, BR സന്തോഷ്, KG സുരേഷ് ബാബു, പ്രധാനാധ്യാപകൻ സജീന്ദ്ര മോഹൻ, പ്രിൻസി തോമസ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷമായി ഈ വിദ്യാലയത്തിലേക്ക് യൂണിഫോം വിതരണം ചെയ്യുന്നത് KG സുരേഷ് ബാബുവും സഹോദരങ്ങളും ചേർന്നാണ്. കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് നൽകിയ യുവതിയുടെ മാതൃക. പെരുമ്പിലാവ് തോട്ടത്തിൽ അബൂബക്കറിന്റെ മകൾ റാബിയയാണ് മാതൃക തീർത്തത്. ചെറമനങ്ങാട് നെല്ലിപ്പറമ്പിൽ ഫാത്തിമയുടെ 2 പവൻ തൂക്കം വരുന്ന കൈച്ചെയിൻ പെരുമ്പിലാവിലെ PP ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നഷ്ടമായിരുന്നു. ഇത് വീണ് കിട്ടിയ റാബിയ സമീപത്തെ ജ്വല്ലറിയിൽ ഏൽപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ ഫാത്തിമയും വീട്ടുകാരും ചേർന്ന് കോംപ്ലക്സിലെത്തി തിരയുന്നത് കണ്ട സമീപത്തെ കടകളിലുള്ളവരാണ് ആഭരണം കിട്ടിയതായി അറിയിച്ചത്. തുടർന്ന് റാബിയ ഫാത്തിമയ്ക്ക് കൈച്ചെയിൻ കൈമാറി. ജ്വല്ലറി ഉടമ അഖിൽ, സമീപ കടകളിലെ ഉടമകളായ ജനാർദ്ദന വാര്യർ, പ്രഭാത്, രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ജൂൺ 19 വായനാ ദിനം.
പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മിനിയേച്ചർ പുസ്തകങ്ങൾ നിർമ്മിച്ച് സൗജന്യമായി വിതരണം നടത്തിവരികയാണ് ഗിന്നസ് സത്താർ ആദൂർ. കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ 35,000 കുഞ്ഞൻ പുസ്തകങ്ങൾ സത്താർ ആദൂർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ വായനാ ദിനത്തിന്റെ ഭാഗമായി ഇറക്കിയ കുഞ്ഞൻ പുസ്തകത്തിനും പുതുമകളേറെയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകില്ല ഗിന്നസ് സത്താർ ആദൂരിന്റെ കുഞ്ഞൻ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ. പുതിയ മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകം 1,00,000 വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താറിന്റെ പുതിയ ദൗത്യം. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം നിർമ്മിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് സത്താർ ആദൂർ. 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ 3137 പുസ്തകങ്ങൾ രചിച്ച് 2016 സത്താർ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഇതിനു മുമ്പ് 2011 കുഞ്ഞു പുസ്തകങ്ങളുടെ വിതരണത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. സത്താറിന്റെ സൗജന്യ പുസ്തക വിതരണ ശ്രേണിയിലെ 6ാമത്തെ സമാഹാരമായ ആദൂർ കവിതകളാണ് ഈ വായനാ ദിനത്തിൽ പുസ്തകപ്രേമികളെ തേടിയെത്തുന്നത്. 3 സെന്റിമീറ്റർ നീളവും 250 മില്ലിഗ്രാം മാത്രം തൂക്കവുമുള്ള മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകത്തിൽ 81 പോസ്റ്റർ കവിതകളാണുള്ളത്. 15,000 കോപ്പികളാണ് ഇത്തവണ വിതരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്. 1000 വിദ്യാലയങ്ങളിലേക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്യും. സൗജന്യ പുസ്തക വിതരണം 1,00,000 എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താർ ആദൂരിന്റെ ലക്ഷ്യം. ഒരു 15,000 പുസ്തകം ഈ ആദൂർ കവിതകൾ ഒരു 15,000 കോപ്പി നൽകുക എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏകദേശം അതോടുകൂടി എനിക്ക് 1,00,000 പുസ്തകങ്ങൾ സൗജന്യമായി നൽകുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് കരുതുന്നത്. ഇത് പിന്നെ ഇതിൻ്റെ വാർത്തകൾ അറിഞ്ഞാൽ എല്ലാ ആളുകളും എന്നെ കോൺടാക്റ്റ് ചെയ്യും. ഏകദേശം ഒരു 1000 വിദ്യാലയങ്ങളിലേക്ക് ഇതിൻ്റെ കോപ്പികൾ എത്തിക്കുക എന്നുള്ള ഒരു പ്ലാനും കൂടി ഇതിൻ്റെ ഭാഗമായി കാണുന്നുണ്ട്. 2008 വായനാ ദിനത്തിലാണ് സത്താർ സൗജന്യ പുസ്തക വിതരണത്തിന് തുടക്കം കുറിച്ചത്. 1.5 ഇഞ്ച് വലിപ്പമുള്ള SMS 101 കഥകൾ എന്ന കൗതുകകരമായ പുസ്തകത്തിന്റെ 5000 കോപ്പികളാണ് ആ വർഷത്തിൽ വിതരണം ചെയ്തത്. 2009 1 ഇഞ്ച് വലിപ്പമുള്ള 101 കവിതകളുടെ സമാഹാരവും 2019 ഇംഗ്ലീഷിലുള്ള 1.5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള 50-50യും 2023 3.5 സെന്റിമീറ്റർ നീളമുള്ള ഹൈക്കു കഥകളുടെ സമാഹാരവും വായനക്കാരിലേക്ക് സൗജന്യമായി എത്തിച്ചു. ഈ കാലയളവിനുള്ളിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ 35,000 പുസ്തകങ്ങൾ സത്താർ ആദൂർ വായനക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മനോഹരമായ ആദൂർ ഗ്രാമത്തിന്റെ പേരിലുള്ള ആദൂർ കവിതകൾ എന്ന കുഞ്ഞൻ പുസ്തകം തീർത്തും സൗജന്യമായാണ് ഗിന്നസ് സത്താർ ആദൂർ വിതരണം ചെയ്യുന്നത്. 1,00,000 കോപ്പിയെങ്കിലും വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ ആഗ്രഹം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ജീവിതം 101 സംവത്സരങ്ങൾ പിന്നിടുമ്പോഴും വായനയെ കൂടെ കൂട്ടുകയാണ് റോസ ടീച്ചർ. പുഞ്ഞിറക്കുളം പൂഴിക്കളം ആളിയക്കൽ റോസ പൗലോസാണ് വായനാ ദിനത്തിൽ 101ാം ജന്മദിനം കൊണ്ടാടിയത്. 1924 ജൂൺ 19 റോസയുടെ ജനനം. 101ാം വയസ്സ് പൂർത്തിയായ ഇന്നും കണ്ണട ഇല്ലാതെയാണ് റോസ മാസികയെടുത്ത് വായന നടത്തിയത്. പൂഴിക്കളയിൽ തുന്നൽ ടീച്ചറായി നിരവധി വർഷം പ്രവർത്തിച്ച റോസയുടെ പിറന്നാൾ മക്കളും പേരക്കുട്ടികളും ചെറുമക്കളും കൂടി കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷിച്ചു. വിമുക്തഭടനായിരുന്ന ഭർത്താവ് മാളിയേക്കൽ പൗലോസ് റോസയോട് വിട പറഞ്ഞിട്ട് 54 വർഷം കഴിഞ്ഞു. ഇസ്രയേൽ ഇറാൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ പൗലോസ് 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തതും യുദ്ധത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമെല്ലാം റോസ ടീച്ചർ ഓർത്തെടുത്തു.
കുട്ടിക്കാലം മുതൽക്കുള്ള വായനാശീലമാണ് ഇന്നും കണ്ണട കൂടാതെ വായന നിലനിർത്താൻ കഴിയുന്നതെന്നും ഇവർ പറഞ്ഞു. ശാരീരികാവശതകളാൽ നടക്കാൻ ബുദ്ധിമുട്ടായതോടെ ഇപ്പോൾ വീൽചെയറിന്റെ സഹായത്തോടെയാണ് കഴിയുന്നതെങ്കിലും വായനയിലൂടെ തന്റെ മനഃശക്തിയെ ബലപ്പെടുത്തുകയാണ് റോസ. നല്ല വായന നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന സന്ദേശത്തോടെ നാടെങ്ങും വായനാ ദിനാചരണം നടന്നു. വിശദാംശങ്ങളിലേക്ക്. വായനാ ദിനത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ വായനശാലയിൽ വായിക്കാനും പഠിക്കാനുമായി എത്തിയ എല്ലാവർക്കും നഗരസഭാ പ്രതിപക്ഷ നേതാവ് മധുരം നൽകി സ്വീകരിച്ചു. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. സാഹിത്യകാരിയും അധ്യാപികയുമായ പ്രഭിത പ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സ്റ്റാർലിറ്റ് SIC അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PN പണിക്കർ അനുസ്മരണവും വായനയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കലാപരിപാടികളും അരങ്ങേറി. മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ള വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. PTA പ്രസിഡന്റ് പ്രസാദ് C പുലിക്കോടൻ, മലയാളം അധ്യാപകരായ സയന, സോണി എന്നിവർ സംസാരിച്ചു. അഞ്ഞൂർ നവയുഗ ഗ്രാമീണ വായനശാലയിൽ വായന പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു. വായനാ ദിനമായ ജൂൺ 19 പ്രസിഡന്റ് PM ബിജു PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൊഴിയൂർ CMUP സ്കൂൾ വിദ്യാർത്ഥികൾ വായനശാല സന്ദർശനം നടത്തി. CMUP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിജി ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി സുഗതൻ NK വായനശാലയുടെ പ്രവർത്തന രീതികൾ കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനം നടത്തി. പ്രീതി ടീച്ചർ, സരി ആന്റണി, MPTA പ്രസിഡന്റ് ആശ ഷിബു, MPTA അംഗം ഷഫ്ന, സ്കൂൾ ലീഡർ സർഹ ഫാത്തിമ, വായനശാല ലൈബ്രറിയൻ ജബിലി NU എന്നിവർ നേതൃത്വം നൽകി. തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിന പോസ്റ്റർ പ്രദർശനം നടത്തി. മലയാളം അധ്യാപിക ഷെറി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക ജിഷ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ കുട്ടികളോട് സംസാരിച്ചു. തുടർന്ന് രൂപ ടീച്ചർ, ജെയിംസ് മാസ്റ്റർ എന്നിവർ വായനാ ദിന സന്ദേശം കൈമാറി. വിദ്യാരംഗം കോർഡിനേറ്റർ ലിജി ടീച്ചർ നന്ദി പറഞ്ഞു. വായനാ വാരത്തോടനുബന്ധിച്ച് വായനാ മത്സരം, വായനാ ദിന ക്വിസ്, പുസ്തക പരിചയം എന്നിവ നടത്തി. MKM UP സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാഹിത്യകാരനും ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ സത്താർ ആദൂർ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യാഭിരുചി കുട്ടികളിൽ വളർത്തുന്നതിനുതകുന്ന രീതിയിൽ ക്ലാസ് നയിച്ചു. വായനക്കളരിയുടെ ഭാഗമായി പോർക്കുളം സർവീസ് സഹകരണ ബാങ്ക് സ്കൂളിലേക്ക് പത്രം സ്പോൺസർ ചെയ്തു. പോർക്കുളം സഹകരണ ബാങ്ക് സെക്രട്ടറി മിനി KA, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പ്രൊഫസർ രാധാകൃഷ്ണൻ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു എന്നിവർ ആശംസ അർപ്പിച്ചു. പ്രധാന അധ്യാപിക സ്റ്റെനി K സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞു. ലിജോ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വായനയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രച്ഛന്നവേഷം, കയ്യെഴുത്ത്, ക്വിസ് മത്സരം, പുസ്തക പ്രദർശനം എന്നിവ നടത്തി. MD കോളേജിലെ ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ വായനോത്സവം 2025 എന്ന പേരിൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വായനാദിനത്തിലെത്തിയ പുസ്തകവണ്ടി വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. പുസ്തകവണ്ടിയുടെ ഫ്ലാഗ് ഓഫ് റിട്ടയർഡ് DDE ലിജി ജോൺസൺ നിർവഹിച്ചു. വീട്ടിലും ലൈബ്രറി, അമ്മ വായന, പുസ്തക പ്രദർശനം, കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം, PN പണിക്കർ അനുസ്മരണം, വായനക്കൂട്ടം, ലൈബ്രറി സന്ദർശനം, അറിവു തേടി, പതിപ്പ് പ്രകാശനം, വളരുന്ന വലിയ പുസ്തകം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കുന്നത്. കുട്ടികൾക്കായി വായനാദിന പ്രസംഗം, വായനാ മത്സരം, കയ്യെഴുത്തു മത്സരം, ചിത്രം നിറം നൽകൽ, കഥ പറയൽ മത്സരം, കവിതാലാപനം, അക്ഷരചിത്രങ്ങൾ, ക്വിസ്, കവിപരിചയം തുടങ്ങി വായനാ പരിപോഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കും. ലിജി ജോൺസൺ വായനോത്സവം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ജെയിം ജീവൻ വായനാദിന സന്ദേശം നൽകി. പ്രധാനാധ്യാപകൻ ജെബ്ലസ് ജോർജ്, ലിനുരാജ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സോണി സക്കറിയ, കാലിദ് VA, MPTA പ്രസിഡന്റ് ജുബി സജി, അംഗങ്ങളായ ഹേമ സുജിത്, രഹന സുചീന്ദ്രൻ, ബിജിന വരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാഗ മാലതി UP സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടന്നു. PTA പ്രസിഡന്റ് EO സോജൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക VV സ്മിത അധ്യക്ഷയായി. വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിയ മാഗസിന്റെ പ്രകാശനവും നടന്നു. അധ്യാപകരായ വിജി, അനശ്വര, അനിത എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ വായനയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് മിനി ടീച്ചർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി നജ്മ PS വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒരു മാസം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്തങ്ങളായ വായനാ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികളുടെ വായന പരിപോഷിപ്പിക്കുന്നതിനായി സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. വേലൂർ RMLP സ്കൂളിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരൻ ബാബു C രാമൻ വായനാദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ആൻസി സിജോ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ CJ ജിജു മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോസ് K നന്ദിയും പറഞ്ഞു.
അധ്യാപകരായ ലാലി, സുനി, പൗഷ, ലിസി എന്നിവർ നേതൃത്വം നൽകി. മധുര മലയാളം വായനാമുറി ഉദ്ഘാടനം ചെയ്തു. പ്രശ്നോത്തരി മത്സരം, അക്ഷരപ്പാട്ട്, കയ്യെഴുത്തു മാസിക, വായനാ മത്സരങ്ങളിലെ വിജയികൾ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ വായനാദിന പ്രതിജ്ഞയെടുത്തു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗം, പാട്ട്, വായനാനുഭവം പങ്കുവയ്ക്കൽ, കാവ്യാലാപനം എന്നിങ്ങനെ വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വായനാ മത്സരം, കഥാകഥനം, കയ്യെഴുത്ത്, പോസ്റ്റർ രചന, കൊളാഷ് എന്നിങ്ങനെയുള്ള മത്സരങ്ങളും ഉണ്ടായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, മലയാള വിഭാഗം അധ്യാപകരായ MK ഷൈജ, TR രാധിക, CJ സിന്ധു, K സുജാത, K പാർവതി, UV ജാലി, MK രാജി, ബെനിറ്റ ചാർലി, PR ലത എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ വായനാ വാരാചരണം 10ഓളം പ്രഗത്ഭരായ എഴുത്തുകാരുടെയും മുഴുവൻ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബിൻസി ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് തൃശൂർ ലിറ്റററി ഫോറവും മലയാള ഗവേഷണ വിഭാഗവും ലൈബ്രറിയും സംയുക്തമായി എഴുത്തുകാരോടൊപ്പം എന്ന സാഹിത്യ സംവാദ സദസ്സും അരങ്ങേറി. മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ ഡോക്ടർ രാവുണ്ണി, K ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, മോഹൻദാസ് പാറപ്പുറത്ത്, രാജലക്ഷ്മി മാനഴി, ഷാജു പുതൂർ, ഡോക്ടർ അഞ്ജലി മേനോൻ, അപർണ ബാലകൃഷ്ണൻ, സന്ധ്യ അറയ്ക്കൽ എന്നിവരും സാഹിത്യ സംവാദ സദസ്സിൽ പങ്കെടുത്തു. ആദൂർ മഹാത്മാ LP സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ വാരാചരണം ഡോക്ടർ VK നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. പ്രധാന അധ്യാപിക KV ഗീത, MPTA പ്രസിഡന്റ് നാസിമ സക്കീർ, വിദ്യാരംഗം ദിനാചരണ കൺവീനർ സെപ്റ്റീന എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായനാ ദിനാചരണം ഭാഷാ പണ്ഡിതൻ കടവല്ലൂർ അരവിന്ദ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ KV വൃന്ദ ടീച്ചർ അധ്യക്ഷയായിരുന്നു. PV ദീപ ടീച്ചർ, ശ്രീകല ടീച്ചർ, A ജാസ്മിൻ, CS സിമി, PK രജനി, നസീറ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം GF UP സ്കൂളിൽ പ്രമുഖ കവിയും അധ്യാപകനുമായ അഹമ്മദ് മുയിനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA അബീന അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് PK റംല, മദർ PTA വൈസ് പ്രസിഡന്റ് സുൽഫത്ത്, PTA എക്സിക്യൂട്ടീവ് അംഗം സുഹാസ്, ശംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വായനാ വിളംബര ജാഥ, വായനശാല സന്ദർശനവും ഉണ്ടായി. ഗുരുവായൂർ ഗാന്ധി ദർശൻ വേദിയും 26-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിജയപഥം 2025 സംഘാടക സമിതിയും ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ ജന്മദിനവും വായനാ ദിനവും സംയുക്തമായി ആചരിച്ചു. തിരുവെങ്കിടം കുരിശ് സെന്ററിൽ ഗാന്ധി ദർശൻ വേദി യൂണിറ്റ് പ്രസിഡന്റ് ബാലൻ വാറനാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വഴിയോര സദസ്സ് മാതൃകാധ്യാപകനും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ PI ലാസർ ഉദ്ഘാടനം ചെയ്തു. ഷാജൻ വെള്ളറ, CK ഡേവിസ്, CJ ക്രിസ്റ്റൽ, KP പുഷ്പൻ, ജസ്റ്റിൻ, CK രാജൻ, AK കുമാരൻ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്തവർക്കും വഴിയാത്രക്കാർക്കും മലയാള ദിനപത്രങ്ങളും മധുരപലഹാരങ്ങളും നൽകിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേച്ചേരി അൽ-ഇസ്ലാഹ് സ്കൂളിൽ പുസ്തകത്തോട്ടിലൊരുക്കി വായനാ ദിനത്തെ വേറിട്ടതാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ സുപ്രിയ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഹമീൻ MA, മലയാള വിഭാഗം മേധാവി ഷൈനി PC എന്നിവർ സംസാരിച്ചു. വായനാദിന പ്രതിജ്ഞ, നാടൻപാട്ട്, പ്രസംഗം, പുസ്തക വായന, അക്ഷരമരം, പ്രച്ഛന്നവേഷ മത്സരം എന്നിങ്ങനെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അസംബ്ലി ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പുസ്തകത്തൊട്ടിലിലേക്ക് കുട്ടികളും അധ്യാപകരും പുസ്തകങ്ങൾ സമർപ്പിച്ചു. കാഞ്ഞിരത്തിങ്കൽ MG സ്കൂളിൽ വായനാ ദിനം വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് സാറമു K പോൾ അധ്യക്ഷത വഹിച്ചു. അനുമോൻ C തമ്പി സ്കൂളിൽ സൗജന്യ പത്രം നൽകി. കലാപരിപാടികൾ നടത്തുകയും വാർഡ് മെമ്പർ സമ്മാന വിതരണം നടത്തി. ഷൈനി ടീച്ചർ, സുജാസി ചെറിയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് ആൽത്തറ LM UP സ്കൂളിലെ 50ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് M ഫിലിപ്പോസ്, സെക്രട്ടറി സുലൈമാൻ കൂടല്ലൂർ, നീലകണ്ഠൻ നമ്പീശൻ, പ്രധാനാധ്യാപിക ഷീജ, അധ്യാപകരായ ജിജി, രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീമതി തങ്കമ്മ, പാർവതി, O മായൻ, AM കറപ്പുട്ടി, M വിജയൻ, സഹദേവൻ, KC ഷൺമുഖൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കടപ്പുറം മാട്ടുമ്മൽ യുവഭവന കലാസമിതി വായനശാലയ്ക്ക് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ റാഹില വഹാബ് പുസ്തകങ്ങൾ കൈമാറി. വായനശാല പ്രസിഡന്റ് ഉമ്മർ കോടഞ്ചേരി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. യുവഭവന കലാസമിതി സെക്രട്ടറി PK മധു, നിർവാഹക സമിതി അംഗങ്ങളായ CM പൃഥ്വിരാജ്, KV രാഗി, സിദ്ധാർത്ഥൻ, പൊതുപ്രവർത്തകരായ KM സക്കീർ, മുഹമ്മദ് അസ്ഹർ, വിജയൻ എന്നിവർ പങ്കെടുത്തു. ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ ചൂണ്ടലിൽ വായനാ ദിനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പരിസ്ഥിതി പ്രവർത്തകനും കടലാമ സംരക്ഷകനുമായ ജെയിംസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് അധ്യക്ഷയായി. അധ്യാപകരായ സിജിൽ, ജിഷ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വായനാദിന സന്ദേശം നൽകുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. വിദ്യാർത്ഥി നന്മ ഗിരീന്ദ്രൻ കാവ്യാലാപനം നടത്തി. വായനാദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു.
ഗുരുവായൂരിൽ അപകട ഭീഷണി ഉയർത്തി ഹൈമാസ് ലൈറ്റ്. നഗരസഭ ഓഫീസിനോട് അടുത്തുള്ള ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സ്മാരകത്തോട് ചേർന്നുള്ള ഹൈമാസ് ലൈറ്റാണ് വാഹനമിടിച്ചതിനെ തുടർന്ന് ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഹൈമാസ് ലൈറ്റിന്റെ തൂണിൽ വാഹനമിടിച്ചത്. ഇതോടെ ലൈറ്റ് ചെരിയുകയായിരുന്നു. വിവരമറിഞ്ഞ് ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ VK സുജിത്ത് എന്നിവർ സ്ഥലത്തെത്തി. ഗുരുവായൂർ ചിന്മയ മിഷൻ ആചാര്യ സ്വാമിനി സംഹിതാനന്ദജിയുടെ നേതൃത്വത്തിൽ ഭഗവത്ഗീത സത്സംഗം നടത്തി. ഭഗവത്ഗീതയുടെ 15-ാം അധ്യായത്തെ ആസ്പദമാക്കി പ്രഭാഷണമുണ്ടായി. ചിന്മയ മിഷൻ പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ, സെക്രട്ടറി C സജിത് കുമാർ, ദേവി ഗ്രൂപ്പ് പ്രസിഡന്റ് ഹേമ ടീച്ചർ, ശ്രീകല എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ ചുമർ ചിത്രവും ലഹരി വിരുദ്ധ സന്ദേശവുമായി വേലൂർ ഗവൺമെന്റ് രാജാ സാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളാണ് പഠന സമയത്തിന് ശേഷം ചുമർ ചിത്രങ്ങളിലൂടെ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നത്. സംസ്ഥാനത്തിലാകെ നാഷണൽ സർവീസ് സ്കീമിന് മാതൃക നൽകിയ വിദ്യാലയമാണ് വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂൾ. സപ്തദിന ക്യാമ്പുകൾ ക്രിയാത്മകമാക്കി സമൂഹത്തിന് ഉപകാരപ്രദമായ സേവനങ്ങൾ നൽകുന്നതായിരിക്കണം ക്യാമ്പുകൾ എന്ന് സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ഇവിടെയാണ്. സേ നോ ടു ഡ്രഗ്സ് എന്ന് നമ്മൾ പറയുമെങ്കിലും പലർക്കും അറിയില്ല. ഒരു ഡ്രഗ്സിൻ്റെ ബിസിനസ് കാണുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഡ്രഗ്സ് കൈമാറ്റം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു ചുമരിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാലും ഇപ്പോൾ കുട്ടികൾക്ക് തന്നെയാണെങ്കിലും അവരുടെ സുഹൃത്തുക്കൾ ഇങ്ങനെയൊരു ലഹരിയിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഏറ്റവും എളുപ്പം മികച്ച പ്രോഗ്രാം ഓഫീസർക്കും ലീഡർക്കും അവാർഡുകൾ ലഭിച്ചത് ഇതുകൊണ്ടുകൂടിയാണ്. സ്കൂൾ ഒരു പാഠപുസ്തകം പദ്ധതിയിൽ വർഷങ്ങൾക്ക് മുമ്പ് പൊതുവിജ്ഞാനം നൽകുന്നതിനായി തൂണുകളിൽ രചനകൾ നടത്തിയിരുന്നു. സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിൽ ചിത്രവും സന്ദേശവും കൊണ്ടാണ് NSS വിദ്യാർത്ഥികൾ മാതൃകയാകുന്നത്. കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുകയും വിവിധ സർക്കാർ സേവനങ്ങളുടെയും പരാതിപ്പെടേണ്ട സ്ഥലവും ഫോൺ നമ്പറും എല്ലാം ചുവരിൽ വരച്ചു ചേർക്കുന്നുണ്ട്. NSSലെ 48 വിദ്യാർത്ഥികളും ഇതിനു പിന്നിലുണ്ട്. വിദ്യാർത്ഥികളായ ബിൻസ ഏഞ്ചൽ അന്തോണി, P ജാൻറോസ് ജനീഷ്, A ഐറിൻ ബിജു തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നിഷ G നായർ, പ്രിൻസിപ്പാൾ S കവിത തുടങ്ങിയവരാണ് ഈ ഉദ്യമത്തിനു പിന്നിൽ. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്ന കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തികൾ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ദർശിച്ചു. 2024-2025 വർഷത്തെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്റ്റേജ് നവീകരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേജ് സൗകര്യം കുറവായതിന്റെ പേരിലാണ് സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം നവീകരണത്തിന് തുടക്കം കുറിച്ചത്. നിലവിലെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ മെമ്പറും കൂടിയായ റഹീം വീട്ടിപ്പറമ്പിൽ, പ്രിൻസിപ്പൽ PV അജിത, ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ ഡോക്ടർ KC ഉണ്ണികൃഷ്ണൻ, മുൻ PTA പ്രസിഡന്റ് ബിജു കണ്ടംപുള്ളി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചെടിച്ചട്ടികളും ചെണ്ടുമല്ലി തൈകളും വിതരണം ചെയ്തു. അടുക്കളത്തോട്ടം പദ്ധതിയിലെ ചട്ടികളുടെ അവസാനഘട്ട വിതരണവും 2025-2026 വർഷത്തെ പൂപ്പൊലി പദ്ധതിയിലെ ചെണ്ടുമല്ലി തൈകളുടെ വിതരണവുമാണ് നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, കൃഷി ഓഫീസർ AV വിജിത, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, KB ബബിത, റിജി ജോർജ്, PK മാധവൻ, MC ഐജു എന്നിവർ സംസാരിച്ചു. 130 ഗുണഭോക്താക്കൾക്കാണ് പോട്ടിംഗ് മിശ്രിതം നിറച്ച 25 മൺചട്ടികളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തത്. ഓണത്തിന് വിളവെടുക്കാനായി വിവിധ ഗ്രൂപ്പുകൾക്കും ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി യുദ്ധവിരുദ്ധ റാലി നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആഹ്വാനപ്രകാരം നടത്തിയ പ്രതിഷേധ റാലി പാർട്ടി ഓഫീസ് പരിസരത്തും ആരംഭിച്ച് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയമ്മ ടീച്ചർ, ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ദളിത് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് അയ്യങ്കാളി അനുസ്മരണ യോഗം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. സംഘടനാ ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സെക്രട്ടറി NR രാമദാസ് അധ്യക്ഷത വഹിച്ചു. MS ഗോപി, മുഹമ്മദ് പട്ടിക്കര, AP ജോസ്, PK വിജയൻ, KK മോഹനൻ എന്നിവർ സംസാരിച്ചു. CPM പാലുവായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാമബസാറിൽ നടന്ന യുദ്ധവിരുദ്ധ കൂട്ടായ്മ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. KS ബിജു അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA ഷാജി, CV സുരേഷ്, ഷൈമ വത്സൻ എന്നിവർ സംസാരിച്ചു.
മേഖലയിലെ സ്കൂളുകളിൽ +1 പ്രവേശനോത്സവം വരവേൽപ്പ് 2025 എന്ന പേരിൽ നടത്തി. താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസുകളും ഒരുക്കിയിരുന്നു. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രജീഷ് കുമാർ അധ്യക്ഷനായി. സൗഹൃദ കോർഡിനേറ്റർ അശ്വതി AP ക്ലാസ് എടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ TP രമ്യ, PTA വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ TV, സ്കൂൾ പ്രധാനാധ്യാപിക PK ചിത്ര, മുതിർന്ന അധ്യാപിക ജ്യോതി PJ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് ഷെനിൽ TS, SMC ചെയർമാൻ ശിവദാസ്, PTA വൈസ് പ്രസിഡന്റ് ആഷിറ, സ്കൂൾ വികസന സമിതി കൺവീനർ ബാബുരാജ്, ചെയർമാൻ ബദറുദ്ദീൻ PV, പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ സെക്രട്ടറി ഗോവിന്ദദാസ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിജ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽകുമാർ S സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നിത നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും PTA പ്രസിഡന്റുമായ ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ രുക്മ്യ സുധീർ, പ്രധാനാധ്യാപിക KA ജിഷ, PTA പ്രതിനിധികളായ സുധീർ ഇച്ചിത്തറയിൽ, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് മാർഗനിർദ്ദേശങ്ങൾ നൽകി. സൗഹൃദ കോർഡിനേറ്റർ MA സോണി, NSS പ്രോഗ്രാം ഓഫീസർ ജിനി C ഗീവർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊണ്ടുള്ള കൊക്കഡാമ പായൽപന്ത വിതരണവും NSS നോട്ട്ബുക്കിന്റെ വിതരണവും നടത്തി. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി കാലിക്കറ്റ് NITയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥി VN ബഷീറിനെ അനുമോദിച്ചു. +1 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടത്തി. അധ്യാപകരായ KS ലയ, CV രാജേശ്വരി, സോണി, KJ മെജോ എന്നിവർ സന്നിഹിതരായി. ചടങ്ങിൽ ശാലിനി സ്വാഗതവും ദീപ നന്ദിയും പറഞ്ഞു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ലേമൻ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു എന്നിവർ സംസാരിച്ചു. MD കോളേജ് എക്കണോമിക്സ് വിഭാഗം മേധാവി റെജിമോൻ PM മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ദിവ്യ KS സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ലീന ചാണ്ടി നന്ദിയും പറഞ്ഞു. വിപണി. 5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള തഹാനി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം തഹാനി പെയിന്റ്സ് എരമംഗലത്തും പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ബർജർ പെയിന്റിന്റെ അംഗീകൃത ഡീലർഷിപ്പോടു കൂടിയാണ് തഹാനി പെയിന്റ്സ് എരമംഗലത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ MK കുഞ്ഞുമുഹമ്മദ് ഹാജിയിൽ നിന്നും തഹാനി പെയിന്റ്സ് ചെയർമാൻ ബക്കർ ഹാജി ആദ്യ വിൽപ്പന സ്വീകരിച്ചു. MLA മാരായ P നന്ദകുമാർ, NK അക്ബർ, കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK ഷക്കീർ, വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടേൽ ഷംസു, മലപ്പുറം UDF ചെയർമാൻ PT അജയ് മോഹൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, യൂണിറ്റ് പ്രസിഡന്റ് കീഴത്തയിൽ ജലീൽ, AKPDA സംസ്ഥാന പ്രസിഡന്റ് KA നജോ, ജില്ലാ പ്രസിഡന്റ് ഹമീദ്, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് മുഹമ്മദ് യാസിൻ, മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, എരമംഗലം മഹല്ല് പ്രസിഡന്റ് അബു ഹാജി, വാർഡ് മെമ്പർ സൈദു പുഴക്കര, KPCC സെക്രട്ടറി ഷാജി കാളിയത്തേൽ, പ്രവാസി വ്യവസായികളായ മൊയ്തുണ്ണി ആലത്തയിൽ, ജമാൽ പന്നിത്തടം തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്ക് പുറമെ ബിസിനസ് രംഗത്തെ പ്രമുഖരും തഹാനി പെയിന്റ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. താജുദ്ദീൻ വടകരയും സലീം കോടത്തൂരും ചേർന്ന് സംഗീത നിശ അവതരിപ്പിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,265 രൂപ, സ്വർണം പവന് 74,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 121 രൂപ. ചർമ്മം വൈലത്തൂർ പരേതനായ പാറയിൽ കുഞ്ഞുമുഹമ്മദ് മകൻ കറുപ്പം വീട്ടിൽ അലി നിര്യാതനായി. 50 വയസ്സായിരുന്നു. ഖബറടക്കം വൈലത്തൂർ മഹല്ല് ഖബർസ്ഥാനിൽ നടന്നു. ഫെമിന ഭാര്യയും ഐഷ ഹസ്മിൻ, അബ്ദുൽ ഹാദി, ഇഹ്സാൻ എന്നിവർ മക്കളുമാണ്.
വെസ്റ്റ് ബംഗാൾ പുളിഞ്ചോട് പുലിക്കോട്ടിൽ പരേതനായ മാത്തുക്കുട്ടിയുടെ മകൻ റോബിൻ നിര്യാതനായി. 46 വയസ്സായിരുന്നു. സംസ്കാരം വെസ്റ്റ് ബംഗാൾ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. അന്നമ്മു മാതാവും ജോബി സഹോദരനുമാണ്. തിപ്പലശ്ശേരി പള്ളിക്കുളം തൈലേതിൽ പരേതനായ കുട്ടികൃഷ്ണൻ നായരുടെ ഭാര്യ സരോജിനി അമ്മ നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിജയൻ മകനാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. 19ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങളാകുന്നു. കടപ്പുറം പഞ്ചായത്തിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്നവരെ അഞ്ചങ്ങാടി ഷെൽട്ടറിലേക്ക് മാറ്റി താമസിപ്പിച്ചു. 16 കുടുംബങ്ങളിലായി മാറ്റി പാർപ്പിച്ചത് 55 പേരെ. ക്യാമ്പിൽ കഴിയുന്നവരെ NK അക്ബർ MLA സന്ദർശിച്ചു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. വ്യാഴാഴ്ച രാവിലെ 2 കാറുകളും ബൈക്കുകളും തമ്മിൽ കൂട്ടിയിടിച്ച യാത്രക്കാർക്ക് പരിക്ക്. നല്ല വായന നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന സന്ദേശത്തോടെ നാടെങ്ങും വായനാ ദിനാചരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിവിധ സാംസ്കാരിക കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണ പരിപാടികൾ ശ്രദ്ധേയം. റസാഖ് കേച്ചേരി സ്മാരക പുരസ്കാരം കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റും CCTV റിപ്പോർട്ടറുമായി ജോസ് മാളിയേക്കലിന്. പത്രപ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ, നാടകകൃത്ത് എന്ന നിലകളിൽ നിറസാന്നിധ്യമായിരുന്ന റസാഖ് കേച്ചേരിയുടെ 1ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി കേച്ചേരി ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണ് ജോസ് മാളിയേക്കലിന് ലഭിക്കുക. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു വിദ്യാലയം നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തുകയെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS. മന്ദലാകുന്ന GFUPS സ്കൂളിൽ സമ്പൂർണ്ണ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും LSS USS വിജയികളുടെ അനുമോദനവും കളക്ടർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.